പത്തനംതിട്ട സ്വദേശി ബഹ്റൈനിൽ നിര്യാതനായി വിജയകുമാരൻ ഗംഗാധരനാണ് മരിച്ചത്. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഉപയോഗശേഷം തിരികെ നൽകുന്ന ഗ്ലാസ് കുപ്പികൾക്ക് പണം നൽകുന്ന സംവിധാനം ബഹ്റൈനിൽ വീണ്ടും കൊണ്ടുവരാൻ പാർലമെന്റിൽ പ്രമേയം. 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർത്തലാക്കിയ ഈ രീതി വീണ്ടും നടപ്പാക്കാനാണ് നീക്കം. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൽ ആശംസകൾ അറിയിച്ച് ബഹ്റൈൻ പാർലമെന്റ് സ്പീക്കറും ഷൂറ കൗൺസിൽ ചെയർമാനും. ആശംസകൾക്ക് അംബാസഡർ വിനോദ് കെ ജേക്കബ് ഇരുവർക്കും നന്ദി അറിയിച്ചു. റോബ്ലോക്സ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം രാജ്യത്ത് നിരോധിക്കണമെന്ന നിർദ്ദേശവുമായി പാർലമെന്റ് അംഗം ഹമദ് അൽദോയ്. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ചൂഷണങ്ങൾ വർദ്ധിച്ച സാഹചര്യം മുൻനിർത്തിയാണ് നിർദ്ദേശം. അൽ ആലിയിൽ വീട്ടിൽ തീപിടുത്തത്തെ തുടർന്ന് 2 പേരെ രക്ഷപ്പെടുത്തി സിവിൽ ഡിഫൻസ്. തീപിടുത്തത്തിനുണ്ടായ കാരണം കണ്ടെത്തുന്നതിനായി അന്വേഷണം ആരംഭിച്ചതായി അധികൃതർ. അണ്ടർ 17 വോളിബോൾ അറബ് ചാമ്പ്യൻഷിപ്പിൽ കുവൈത്തിനെ പരാജയപ്പെടുത്തി ബഹ്റൈൻ. 1-3 സെറ്റുകൾ സ്വന്തമാക്കിയാണ് ബഹ്റൈൻ ജയം നേടിയത്. 2ാം റൗണ്ടിൽ ടീം ഇന്ന് ഇറാഖിനെ നേരിടും.